അദ്ദേഹത്തിന്റെ അവദാനങ്ങളെ പ്രകീർത്തിക്കുന്നു. അടുക്കും ചിട്ടയുമായി ഒരു പുരോഹിതൻ എങ്ങനെ സമൂഹത്തിലും സഭയിലും ജീവിക്കണമെന്നുള്ളത് വന്യനായ ഗീവർഗീസ് അച്ഛനെ നോക്കിക്കണ്ടാൽ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ്. അങ്ങനെയുള്ള നല്ല മാതൃകകൾ പൗരോഹിത്യ സമൂഹത്തിന് സമ്മാനിച്ചിട്ടുള്ള സാക്ഷ്യമുള്ള ജീവിതം നിർവഹിച്ച ഒരു പുരോഹിത ശ്രേഷ്ഠൻ. അച്ഛനുമായിട്ട് സംഭാഷിക്കുമ്പോഴൊക്കെ തൻ്റെ ജീവിതകാലത്ത് ഏറ്റവും ശ്രേഷ്ഠമെന്ന് കരുതി അദ്ദേഹം മനസ്സിൽ ഓമനിക്കുന്ന സന്ദർഭം മറ്റൊന്നുമല്ല. പരിശുദ്ധ ഏലിയാസ് പാത്രീസ് ബാവ മലങ്കരിയിൽ എഴുന്നേറ്റ് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ മടിയിലിരുന്ന് ബാവായുടെ താടിയിൽ തലോടുന്നതിനുള്ളതായ ഭാഗ്യം ലഭിച്ചത് അച്ഛൻ വളരെ സന്തോഷത്തോടെ എപ്പോഴും പറയുമായിരുന്നു. 7 വയസ്സുള്ളപ്പോൾ കൊറിയോ പട്ടം നൽകി പരിശുദ്ധ ബാവ ഈ ആചാര്യശ്രേഷ്ഠനെ അനുഗ്രഹിച്ചു. അതിൽ പരം ഒരു ഭാഗ്യം ഒരു പുരോഹിതനെ സംബന്ധിച്ച് ലഭിക്കുവാനില്ല. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. യഹോവയായ സുറിയാനി സഭയുടെ എക്കാലത്തെയും ശ്രേഷ്ഠമായ പൗരോഹിത്യ ജീവിതത്തിൽ ശുശ്രൂഷ മേഖലകളിൽ തനതായ വ്യക്തിത്വം പതിപ്പിച്ച ശ്രേഷ്ഠനായ ഒരു പുരോഹിതനാണ് വന്യനായ ഗീവർഗീസ് അച്ഛൻ. സഭയുടെ ശ്രേഷ്ഠ കാതോലിക്കായും പ്രാദേശിക തലവനുമായ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവ തിരുമേനി അമേരിക്കയിൽ പര്യടനത്തിലാണ്. അദ്ദേഹം 2 നാൾ കഴിഞ്ഞ് ഇവിടെ തിരിച്ചെത്തുകയുള്ളൂ. ശ്രേഷ്ഠ ബാവയുടെ ഭാവത്തിലും പരിശുദ്ധ സഭയിലെ എൻ്റെ സഹോദരന്മാരായ മെത്രാപ്പോലിത്തന്മാരുടെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിലും നാളത്തെ ശുശ്രൂഷ കർമ്മങ്ങളിൽ എനിക്ക് സംബന്ധിക്കാൻ സാധിക്കാത്തതിനാലും എൻ്റെ വ്യക്തിപരമായും പരിശുദ്ധ എപ്പിസ്കോപ്പൽ സിനോദോസിന്റെ പേരിലുമുള്ള പ്രാർത്ഥനയും അനുശോചനവും അഭിനന്ദനായ പിതാക്കന്മാരോടൊപ്പം അഭിനന്ദനായ ഇടുക്കി ഭദ്രാസനത്തിലെ മോർ ഫീലിക്സിനോസ് തിരുമേനി, അതുപോലെ കന്നഡായ സമുദായത്തിലെ റാന്നി ഭദ്രാസനത്തിലെ അഭിനന്ദനീയോസ് തിരുമേനി തുടങ്ങി ഈ അഭിനന്ദ തിരുമേനിമാരോടൊപ്പവും അഭിനന്ദനായ തിമോത്തിയോസ് തിരുമേനിയോടൊപ്പവും ഞങ്ങൾക്ക് എല്ലാവർക്കുമുള്ള അനുശോചനം പ്രാർത്ഥനാപൂർവം ബഹുമാനപ്പെട്ട വന്യനായ അച്ഛൻ്റെ വേർപാടിൽ ഭവനത്തെ ഇപ്പോൾ പ്രത്യേകമായി അറിയിക്കട്ടെ. സഭയുടെ മാനേജിംഗ് കമ്മിറ്റി, വർക്കിംഗ് കമ്മിറ്റി തുടങ്ങിയുള്ള എല്ലാ ഭരണ സമിതിയുടെയും പ്രത്യേകിച്ചും സുറിയാനി സഭയിൽ ഒരു വൈദിക സെക്രട്ടറിയായി, സഭാ സെക്രട്ടറിയായി ശുശ്രൂഷ ചെയ്തിട്ടുള്ള ഒരു പക്ഷെങ്കിൽ ഒരേ ഒരു വൈദികനായിരിക്കാം സഭാ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഒരു പുരോഹിതൻ ശുശ്രൂഷ ചെയ്യുന്നത്. സാധാരണഗതിയിൽ സഭാ സെക്രട്ടറിയുടെ ആത്മായരാണ് ആ ശുശ്രൂഷയ്ക്ക് വരുന്നത്. അങ്ങനെയുള്ള മഹത്തരമായ ശുശ്രൂഷ സഭയ്ക്ക് ചെയ്തിട്ടുള്ള ഈ പുരോഹിത ശ്രേഷ്ഠന്റെ വേർപാടിന് സഭയുടെ എല്ലാ സമിതികളുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ഒക്കെ പേരിലുള്ള അനുശോചനം വളരെ വിനയപൂർവ്വം അറിയിക്കുന്നതോടൊപ്പം ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന കൊച്ചി ഭദ്രാസനത്തിലെ വൈദികരുടെയും കൗൺസിലിന്റെയും അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റെല്ലാ ആതുര സേവന പ്രസ്ഥാനങ്ങളുടെയും ഒക്കെ പേരിലുള്ളതായ അനുശോചനം അറിയിക്കുന്നു. ഞാൻ എവിടെയായിരിക്കുന്നു അവിടെ എൻ്റെ ശുശ്രൂഷകരുമായിരിക്കുമെന്ന് നമ്മുടെ കർത്താവും ദൈവവുമായവൻ അരുളി ചെയ്യുന്നുണ്ട്. തുടർന്നുമുള്ള അദ്ദേഹത്തിന്റെ യാത്ര ഒരു കടന്നുപോക്ക് മാത്രമാണിത്. നിത്യമായ ജീവനിലേക്കുള്ള തുടർന്നും സ്വർഗീയ ത്രോണോസിൽ നിരന്തരമായ ബലികൾ അർപ്പിക്കുവാനുള്ളതായ ഭാഗ്യം മാലാഖമാർക്ക് സദൃശ്യമായി ലഭിക്കട്ടെ എന്നുള്ളതായ പ്രാർത്ഥനയോടുകൂടി അദ്ദേഹം തുടർന്നും അദ്ദേഹത്തിന്റെ പ്രാർത്ഥന സഭയ്ക്കും നമുക്കെല്ലാവർക്കും നമ്മൾ വാങ്ങിപ്പോയവരും ജീവനോടിരിക്കുന്ന ഒരുപോലെ ഒരുമിച്ച് നിന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരും ആരാധിക്കുന്നവരുമാണ്. അതുകൊണ്ട് തന്നെ സ്വർഗം പോകുവാനുള്ളതായ ഭാഗ്യം ലഭിക്കുവാനും ഈ ആരാധന തുടർന്ന് നിർവഹിക്കുവാനും സ്വർഗത്തിലെ ദൈവത്തോട് അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ വിശുദ്ധന്മാരോടും ആ ഗണത്തിൽ ചേർന്ന് നിന്നുകൊണ്ട് അതിൻ്റെ ഈ ശുശ്രൂഷ തുടരുവാനും അദ്ദേഹത്തിന് ഭാഗ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആത്മാവിന് ശാന്തി നേർന്നുകൊണ്ട് ഈ പ്രിയപ്പെട്ട കുടുംബത്തെ കർത്തൃസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ആശ്വാസവും സമാധാനവും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ആചാര്യന്റെ നിയോഗത്തിൽ പരിശുദ്ധ സഭയുടെ എപ്പിസ്കോപ്പൽ സിനഡിന്റെ സെക്രട്ടറി ആയിരിക്കുന്ന
പന്നിപിതാവായ ജോസഫ് ഓർഗോറിയോസ് തിരുമേനിയോടും കോട്ടയം ഭദ്രാസനത്തിന്റെ അഭിവന്യ തോമസ് മാർ തിമോത്തിയോസ് തിരുമേനിയോടും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന റാന്നി ഭദ്രാസനത്തിന്റെ അഭിവന്യ പിതാവായ കുര്യാക്കോസ് മാർ തിരുമേനിയോസ് തിരുമേനിയോടും ഇടുക്കി ഭദ്രാസന മെത്രാപ്പൊലീത്ത അഭിവന്യ ഫീലിക്സ് ജോസ് തിരുമേനിയോടുമുള്ള ഭക്തി ആദരവുകൾ ഇടവകയ്ക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി കർത്താവിനെ സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടവരെ, വൈദിക ശുശ്രൂഷ ക്രമത്തിന്റെ മൂന്നാം ശുശ്രൂഷ അഭിവന്യ പിതാക്കന്മാരെ ഇപ്പോൾ നിർവഹിക്കുന്നു. ഇടുക്കി ഭദ്രാസനത്തിന് അഭിവന്യ മെത്രാപ്പൊലീത്ത അന്ത്യവകാരം അർപ്പിച്ചുകൊണ്ട് ഒക്കെ സമർപ്പിച്ചിരിക്കുന്നു. പ്രായമുള്ള ആളുകൾ ശുശ്രൂഷയിൽ ഇരുന്ന് സംബന്ധിക്കുക, മറ്റുള്ളവരെല്ലാം ശുശ്രൂഷ